റിപ്പോർട്ടർ ഇലക്ഷൻ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് SNDP യോഗവും NSSും പിണങ്ങിയത് തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസ്. കാന്തപുരത്തിന്റെ കേരള യാത്രാ വേദിയിൽ വെള്ളാപ്പള്ളിയെ പ്രതിപക്ഷ നേതാവ് വിമർശിച്ചത് അപക്വമാണെന്ന് വിലയിരുത്തലുണ്ട്. പാർട്ടിക്ക് സമുദായ സംഘടനകളെ ഏകോപിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും കോൺഗ്രസിലെ ഒരു വിഭാഗം വിലയിരുത്തുകയാണ്. റോഷിപാലാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. റോഷിപാൽ, ഈ വെള്ളാപ്പള്ളി നടേശനെ കാന്തപുരത്തിന്റെ യാത്രയുടെ സമാപന വേദിയിൽ വിമർശിച്ചതാണ് വലിയ രീതിയിൽ വെള്ളാപ്പള്ളിയും പ്രകോപിപ്പിച്ചത് എന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്, അല്ലേ? മാത്രമല്ല ഇന്നും VD സതീശനെ വിടാതെ വെള്ളാപ്പള്ളി നടേശൻ ലേഖനവുമായി എത്തുന്നതൊക്കെ നമ്മൾ കാണുകയാണ്. ഈ സാമുദായിക ഐക്യ കാഹളം പോലും ഇതിന് പിറകെ ഉണ്ടായ കാര്യമാണോ എന്നും കൂടി സ്വാഭാവികമായി സംശയിക്കപ്പെടുമ്പോൾ എന്താണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ? ഏത് രീതിയിലാണ് ഇതിനെ മറികടക്കാൻ പോകുന്നത്? വിനിത, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമുദായ സംഘടനകളെ ചേർത്ത് നിർത്തുകയാണ് UDF ഉൾപ്പെടെയുള്ള എല്ലാ ഘടകകക്ഷികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നത്. അതിനിടയിലാണ് ഈ സമുദായ സംഘടനകൾ പ്രബലരായ NSSനെയും SNDPയെയും ശത്രുപക്ഷത്തേക്ക് നിർത്തിയത്. അത് സാമുദായിക സംഘടനകളെ ഏകോപിപ്പിക്കുന്നതിനുള്ള വലിയ വീഴ്ചയാണെന്ന് UDF നേതൃത്വം തന്നെ വിലയിരുത്തുന്നുണ്ട്. കൃത്യമായി ഏകോപിപ്പിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. ഇത് തിരിച്ചടിയാകുമെന്ന ആശങ്കയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. കാരണം സമുദായ സംഘടനകൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഐക്യത്തിൻ്റെ കാഹളം മുഴക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും UDFന് വലിയ വെല്ലുവിളിയായി മാറുമെന്നതാണ് ആശങ്ക. മറ്റ് സംഘടനകൾ കൂടി ഈ ഐക്യത്തിനൊപ്പം നിലപാട് സ്വീകരിച്ചാൽ അത് വലിയ തിരിച്ചടിക്ക് വഴിയൊരുക്കുമെന്ന ആശങ്കയാണ്. അതുകൊണ്ട് തന്നെ സമുദായ സംഘടനകളെ ചേർത്ത് നിർത്തി അവരെ അനുനയിപ്പിച്ച് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇതാണ് കഴിഞ്ഞ ദിവസം KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം പറഞ്ഞത്. ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സമുദായ സംഘടനകളെ ശത്രുപക്ഷത്ത് നിർത്താൻ പാടില്ല എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. ആ നിലപാടുമായി മുന്നോട്ട് പോകും. നേരെ മറിച്ച് വർഗീയ നിലപാട് പറയുന്ന ആരായാലും അവർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുന്നോട്ട് പോകും. കോൺഗ്രസ് ആ കാര്യത്തിൽ നിലപാടിൽ വെള്ളം ചേർക്കില്ല. അതേസമയം തന്നെ അനാവശ്യമായ പ്രകോപനം ഉണ്ടാക്കേണ്ടതില്ല എന്ന വിലയിരുത്തലിലേക്കും പൊതു അഭിപ്രായം കോൺഗ്രസിൽ ഉയർന്നു. ഈ കാന്തപുരത്തിന്റെ കേരള യാത്ര സമാപിക്കുമ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ പ്രസംഗമാണ്, വെള്ളാപ്പള്ളിക്കെതിരെ ഉയർത്തിയ വിമർശനമാണ് പ്രകോപനത്തിന് കാരണമെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. ആ വിമർശനം അപക്വമാണെന്ന പൊതു വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്. അനാവശ്യമായി ആ വേദിയിൽ പോയി ഇങ്ങനെ ഒരു സമുദായ സംഘടനയെ വിമർശിക്കേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ഏതായാലും ഇനി അങ്ങോട്ട് സമുദായ സംഘടനകളെ പ്രകോപിപ്പിക്കാൻ പാടില്ല എന്ന കർശന നിലപാടിലേക്ക് കോൺഗ്രസ് ഉൾപ്പെടെ UDFലെ ഘടകകക്ഷികൾ എത്താനാണ് സാധ്യത. ശരി, റോഷിപാലാണ് വിശദമായ വിലയിരുത്തൽ നൽകിയത്. ഏതായാലും